ട്രാക്ടറിൽ ഇന്ത്യ ചുറ്റുന്ന രണ്ട് പഞ്ചാബി ചെറുപ്പക്കാരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. പഞ്ചാബിൽ നിന്ന് തുടങ്ങി അവരുടെ യാത്ര 10 ലേറെ സംസ്ഥാനങ്ങൾ പിന്നിട്ടു. കർഷകർക്ക് പിന്തുണ കൊടുക്കുകയാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ഈ രണ്ട് പഞ്ചാബികൾ പറയുന്നത്. രണ്ട് ചെറുപ്പക്കാരുടെ യാത്രയെക്കുറിച്ചാണ്. പഞ്ചാബിൽ നിന്ന് തുടങ്ങി ലേ ലഡാക്കും പിന്നിട്ട് മറ്റു സംസ്ഥാനങ്ങളിലൂടെ ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് നീളുന്നു ഈ യാത്ര. 3 വർഷം കൊണ്ട് ഇന്ത്യ ചുറ്റിക്കാണുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്, അതും ഈ ട്രാക്ടറിൽ. അജയ്, വിപിൻ ഇരുവർക്കും പ്രായം 27ഉം 28ഉം വയസ്സ്. പഞ്ചാബിലെ ഫാസിൽക്ക ജില്ലയിലെ അബോഹർ നിവാസികളാണ് ഇരുവരും. അഭ്യസ്തവിദ്യരാണ്, കർഷക കുടുംബത്തിൽ ഉൾപ്പെട്ടവരാണ്. കഴിഞ്ഞ നവംബറിൽ ട്രാക്ടറിൽ പഞ്ചാബിൽ നിന്ന് തുടങ്ങിയതാണ് യാത്ര. മഞ്ഞു പെയ്യുന്ന ലേ ലഡാക്ക് മുതൽ ഇതുവരെ പിന്നിട്ടത് 10 സംസ്ഥാനങ്ങൾ. लोग हमें फेल समझते थे, तो हम चाहते हैं कि हम फेल नहीं है, और जो ट्रैक्टर है हमारा वो भी हम ऑल इंडिया के अंदर शो कर रहे हैं कि ट्रैक्टर पे भी घुमा जा सकता है, और जो कि लोग कहते हैं कि खाली गाड़ियों पे घुमा जा सकता है, तो गाड़ियों पे नहीं, ट्रैक्टर पे भी घुमा जा सकता है. इसलिए हम ऑल इंडिया ट्रिप कर रहे हैं हमारे ट्रैक्टर के साथ. കർഷകരുടെ അഭിമാനം ഉയർത്തുക, ഭൂമിയെ സംരക്ഷിക്കുക, മാനവ സ്നേഹം മുറുകെ പിടിക്കുക, യുദ്ധങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ദർശനങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഇവരുടെ യാത്ര. इसलिए किसानों को और ट्रैक्टर वालों को कोई छोटा ना समझे, गाड़ी वाले, इसलिए हम ट्रैक्टर से ऑल इंडिया टूर करने निकले हैं. और ये भारत का पहला ट्रैक्टर है जो टूर पे निकला है, और जिसने अभी तक 10,000 किलोमीटर की जर्नी है जो कंप्लीट कर ली है. ഗബ്ബാർ എന്ന് പേരിട്ട ട്രാക്ടറിന് മുന്നിൽ കാണുന്ന കാഴ്ചകളെല്ലാം ഇവർ പകർത്തുന്നുണ്ട്. അത് നവമാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ഇന്ത്യയുടെ തെക്കേ മുനമ്പ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ യാത്ര. കന്യാകുമാരിയിൽ നിന്ന് കിഴക്കൻ തീരം വഴി മറ്റ് സംസ്ഥാനങ്ങളെ തൊട്ട് യാത്ര തുടരും. ട്രാക്ടറിൽ ഒരുപക്ഷെ ഇങ്ങനൊരു യാത്ര അപൂർവതയായിരിക്കും. വിശ്വമാനവികതയും യുദ്ധത്തിനെതിരായ സന്ദേശവും കാർഷിക വിഷയങ്ങളും യാത്രയിലുടനീളം ഇവർ സംസാരിക്കുന്നു. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. എന്തായാലും ഈ പഞ്ചാബി ചെറുപ്പക്കാർക്ക് എല്ലാ ആശംസകളും.